ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂമീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയാട്ടോ. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴ വരെ പോവാണ്. അപ്പം വഴിയോര കാഴ്ചകളും ആലപ്പുഴയിലെ ബോട്ടിങ്ങും ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ആലപ്പുഴ കാണാൻ എത്ര മനോഹരമല്ലേ! നെൽപ്പാടങ്ങളും കായലുകളും ഒക്കെ നിറഞ്ഞ നല്ല രസമുള്ള സ്ഥലം. ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ രസം വെള്ളവും ബോട്ടിങ്ങും ഒക്കെയാണ്. ഇടുക്കിയിൽ കായലുകളും കടലുകളും ഒന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. മലനിരകളുടെ നാടാണല്ലോ ഇടുക്കി. അത് വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴയിൽ തികച്ചും വ്യത്യസ്തമാണല്ലോ. നല്ല കായലുകളും പിന്നെന്താ പറയുക, നെൽപ്പാടങ്ങളും പച്ച വിരിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളും നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ടുള്ള നെൽപ്പാടങ്ങൾ എന്ത് രസമല്ലേ! നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാനതിൻ്റെ വീഡിയോയ്ക്ക് എടുത്ത് സന്തോഷപൂർവ്വം പോകുന്നൊരു യാത്രയായിരുന്നു കേട്ടോ. ഇടുക്കിയിലെ റോഡെന്നൊക്കെ പറയുമ്പോൾ മലകളൊക്കെ നിറഞ്ഞ വളവും തിരിവും പിന്നെ മലകളും ഒക്കെയാണല്ലോ. എന്നാൽ ആലപ്പുഴയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് എത്താൻ പറ്റിയിട്ടുണ്ട്. നല്ല രസമുള്ള യാത്രയായിരുന്നു. നമുക്ക് ഒട്ടും ബോറടിപ്പിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഈ ഒരു കുഞ്ഞു പാലം കണ്ടില്ലേ, അതിൻ്റെ മണ്ടയിൽ കൂടി ആട്ടോ ഞങ്ങൾ കയറിപ്പോയത്. ആദ്യമേ വഴി തെറ്റിപ്പോയി ഫ്രണ്ടിലോട്ട് പോയി, പിന്നെ ബാക്കിലോട്ട് വന്ന് ആ പാലത്തെ കയറി അക്കരെ കിടക്കണമായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലം കുട്ടനാടാണ് കേട്ടോ. കുട്ടനാട് നമ്മുടെ ഒരു ആൻറ്റിയൊക്കെ ഉണ്ട്, ആൻറ്റിയുടെ വീട്ടിൽ പോയതായിരുന്നു. ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് വരുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു തവണ വന്ന് ഹൗസ് ബോട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ വന്നിട്ട് അവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ്ങായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെ വീഡിയോസൊന്നും എടുത്തില്ല. ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു. ഞങ്ങൾ ചെറിയൊരു വള്ളത്തേലാട്ടോ പോകുന്നത്. പണ്ടത്തെ പോലെ വള്ളമൊന്നും ഇപ്പോൾ തുഴയുമല്ലല്ലോ. എല്ലാത്തിനും എന്തോ മോട്ടർ പോലത്തെ ഒരു സാധനം പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തുഴഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ കയറാൻ. അങ്ങനെ കയറി വള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനങ്ങുമ്പോഴത്തേനും ഞാൻ കിടന്ന് കരയും. ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ പോയപ്പം കയറിയ ഇച്ചിരി കൂടി ചെറിയ വെള്ളമായിരുന്നു. അയ്യോ, അത് ഭയങ്കര പേടിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബെറ്ററാണ്. ഇതൊക്കെ വലിയ വെള്ളമാണ്. അത് കയറുമ്പോൾ ഒന്ന് അനങ്ങുന്നേ ഉള്ളൂ, അല്ലാണ്ട് പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ എന്നാലും എനിക്ക് ഭയങ്കര പേടി. ഒത്തിരി ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് പിള്ളേർക്ക് മോന് 6 വെച്ച് കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ട് പോകുന്നതാണ്. അവൻ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു പോയത്. അപ്പോൾ അവനിതൊക്കെ ഭയങ്കര കൗതുകമായിട്ട് ഫ്രണ്ടിൽ തന്നെ നോക്കിയിരിപ്പുണ്ടിരിക്കുകയാണെ. ഭയങ്കര പേടി. ഈ കൊച്ചിങ്ങനെ നീയിരിക്കുന്നതുകൊണ്ട് കൊച്ചു വെള്ളത്തിലോട്ട് അങ്ങനെ മറിഞ്ഞു പോകുന്നൊക്കെ എടുത്ത് ഭയങ്കര പേടി. മമ്മിയാണേലും ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു യാത്രയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുന്നതിൽ കഴിഞ്ഞ് ഇച്ചിരി കൂടെ രസം ഈ പ്രാവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. എന്തോ നല്ല രസമായിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ രാവിലെ പോയി. ഞങ്ങൾ വെളുപ്പിനെ ഇവിടുന്ന് പോയി അവിടെയൊക്കെ ഒന്ന് കറങ്ങി വൈകിട്ട് രാത്രി ഒരു 12 മണിയായപ്പോഴത്തേനും ഇടുക്കി തന്നെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനത്തെ ഒറ്റ ദിവസത്തെ ഒരു യാത്രയായിരുന്നു.
പിന്നെ വള്ളത്തിലൊക്കെ കയറി ടെർമിനലിനെ കാണാനാട്ടോ പോയ ടെർമിനലിൻ്റെ അവിടെ പോയി കുറച്ച് നേരം അവിടെ നിന്നു. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഈ വള്ളം ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ അങ്ങ് ദൂരേക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി അങ്ങ് പോയില്ല. ടെർമിനലിൻ്റെ അവിടെ പോയി ടെർമിനലൊക്കെ കയറി ഇറങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ് പോയത്, ഞങ്ങളുടെ കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ ആൻറ്റിയുടെ വീട്ടിലോട്ട് തന്നെ പോരുകയാണ് ചെയ്തത്. ആലപ്പുഴയിലെ പ്രകൃതി രമണീയമായ ചില കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.